മലപ്പുറം തെന്നല ആർക്കലിൽ 7 വയസ്സുകാരന് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായക്കൂട്ടം. തലനാരിഴയ്ക്കാണ് കുട്ടി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ജിഷാദ് വിവരങ്ങളുമായി ചേർന്നു. ജിഷാദ്, കുട്ടി വീടിനകത്തേക്ക് കയറി വരുമ്പോഴാണോ ഈ തെരുവ് നായക്കൂട്ടം ആക്രമിക്കാൻ മുതിർന്നത്? ഈ കുട്ടിക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ലല്ലോ അല്ലേ? അപർണ, തെന്നല സ്വദേശി സിദ്ദീഖിന്റെ മകൻ മുഹമ്മദ് ആഷിറിന് നേരെയാണ് നായ്ക്കൂട്ടം പാഞ്ഞെടുത്തത്. 12ഓളം വരുന്ന തെരുവ് നായ്ക്കളാണ് 7 വയസ്സുകാരന് നേരെ പാഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. മുഹമ്മദ് ആഷിർ ചിക്കൻ വാങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടെ നായ്ക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു. വീട്ടിന്റെ സമീപത്തെ നിന്നിരുന്ന നായ്ക്കൂട്ടം കുട്ടിയുടെ നേരെ വരികയായിരുന്നു. കുട്ടി ഒച്ച വെച്ച് ഓടിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഓടി വീടിന്റെ അടുക്കള ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ ഒച്ച വെച്ച് ഈ നായ്ക്കളെ ഓടിക്കുകയായിരുന്നു. വീടിന്റെ മുറ്റത്തൊരു ഭാഗത്തായിരുന്നു നായ്ക്കൂട്ടം തമ്പടിച്ചിരുന്നത്. കുട്ടി ഒച്ച വെച്ചത് കൊണ്ട് മാത്രമാണ് ഈ തെരുവ് നായ്ക്കളെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപർണ, തെരുവ് നായകളുടെ ശല്യം കൂടുതലുണ്ടോ ആ പ്രദേശത്ത്? അത്തരത്തിലുള്ള പരാതികൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? തെന്നല ഭാഗത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നായ്ക്കൾ കൂടുതലാണെന്നാണ് പ്രദേശവാസികൾ നമ്മുടെ അടുത്ത് പറയുന്നത്. അതിന്റെ ഒരു CCTV ദൃശ്യമാണ്, അതിഭീകര CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപർണ, ഓക്കെ, VK ജിഷാദാണ്. ഏതായാലും കുട്ടി 7 വയസ്സുകാരന്റെ നേരെയാണ് തെരുവ് നായ്ക്കൾ പാഞ്ഞെടുക്കുന്ന ദൃശ്യം. മലപ്പുറത്ത് വീണ്ടും കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് കൂടിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി. ആഞ്ഞിലിത്താനം സ്വദേശി ജെബിനാണ് അറസ്റ്റിലായത്. ശശി നാരായണൻ ചേരുന്നു. വീണ്ടും KSRTC ബസ് കടത്തിക്കൊണ്ടുപോകുന്ന സംഭവം വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ശശി, വിവരങ്ങൾ എന്താണ്? അപർണ, ഇന്നലെ ഞായറാഴ്ച രാത്രിയാണ് 10:00 കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ആഞ്ഞിലിത്താനം സ്വദേശിയായ ജെബിനാണ് തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന വേണാടിന്റെ ബസ് രാത്രി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. ജീവൻ മദ്യലഹരിയിലായിരുന്നു. ഏതായാലും മദ്യപിച്ച് ലക്കിയിട്ട് ഇയാൾ ബസ്സിൽ കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നതിന് ശേഷം ബസ് പുറകോട്ട് എടുക്കുന്ന സമയത്ത് ഡ്രൈവറും ഒപ്പം ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന യാത്രക്കാരുമാണ് ശ്രദ്ധയിൽപ്പെട്ട. ഉടൻ തന്നെ അവർ തടഞ്ഞു നിർത്തുകയും ബഹളം വെക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയാണ് ഇയാളെ ബസ്സിൽ നിന്ന് ഇറക്കിയതിനു ശേഷം അറസ്റ്റ് ചെയ്യാനുണ്ട്. ഏതായാലും മദ്യലഹരിയിലാണ്, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് ബസ് എടുത്തതാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് പോലീസിനോട്. പക്ഷേ മോഷണക്കുറ്റത്തിനാണ് പോലീസ് കേസ് ചുമത്തിയിട്ടുള്ളത്. മല്ലപ്പള്ളിക്ക് പോകുന്ന ബസ്സാണ്. സർവീസ് കഴിഞ്ഞ് നിർത്തിയിട്ടതിനു ശേഷം ഡ്രൈവർ പുറത്തിറങ്ങി പോകുന്ന സമയത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ജിബിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. DSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ ഈ ബഹളമുണ്ടായ സമയത്ത് ഓടിയെത്തുകയും ജിബിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും മദ്യലഹരിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്നാണ് വ്യക്തമാക്കുന്നത്. വീണ്ടും KSRTC ബസ് കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം. പത്തനംതിട്ട തിരുവല്ലയിലാണ് KSRTC സ്റ്റാൻഡിൽ നിന്ന് തന്നെ ബസ് കടത്തിക്കൊണ്ടുപോകാൻ മദ്യലഹരിയിൽ ശ്രമിച്ചത്. ആഞ്ഞിലിത്താനം സ്വദേശി ജെബിൻ അറസ്റ്റിലായിരിക്കുന്നു.